الحمد لله رب العالمين. نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهد الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله ورسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. سارعوا إلى مغفرة من ربكم وجنة عرضها السماوات والأرض أعدت للمتقين. സ്നേഹബഹുമാനം നിറഞ്ഞ സഹോദരന്മാരെ, സഹോദരിമാരെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ നിയമനിർദ്ദേശങ്ങളും വിധിവിലക്കുകളും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പരമാവധി പാലിച്ചും സൂക്ഷിച്ചും തഖ്വയോടെ ജീവിക്കണേ എന്ന് ആദ്യമായി എന്നോടെന്ന പോലെ നിങ്ങളെയും ഓർമ്മിപ്പിക്കുകയാണ്. പരിശുദ്ധ റമദാൻ സമാഗതമാകുന്ന സമയത്ത് ഒരു സത്യവിശ്വാസിയുടെ ഉള്ളിൽ എന്തെന്ത് ആത്മവിചാരങ്ങളാണ് ഉണ്ടാകേണ്ടത് എന്നതാണ് ഒരല്പസമയം നാം ഇവിടെ സൂചിപ്പിക്കുന്നത്. മനുഷ്യൻ എന്ന് പറയുന്ന ഭൂമിയിലെ ഏറ്റവും മഹത്തായ സൃഷ്ടി മറ്റെല്ലാ ജീവജാലങ്ങളിൽ നിന്നും വ്യത്യസ്തനാണ്. കാരണം ജീവജാലങ്ങൾക്കൊന്നും അല്ലാഹു സ്വതന്ത്രമായ പ്രവർത്തനം നിശ്ചയിച്ചു കൊടുത്തിട്ടില്ല. അല്ലാഹു അവയ്ക്കെല്ലാം നിശ്ചിതമായ ഒരു വ്യവസ്ഥയാണ് ഉണ്ടാക്കി കൊടുത്തത്. എന്നാൽ മനുഷ്യൻ അങ്ങനെയല്ല. മനുഷ്യന് അവന്റെ പ്രവൃത്തിയിലും വികാര വിചാരങ്ങളിലും എല്ലാം അല്ലാഹു സ്വാതന്ത്ര്യം അനുവദിക്കുകയാണ്. മനുഷ്യൻ എന്ന് പറയുന്ന എന്റെയും നിങ്ങളുടെയും അസ്തിത്വം രണ്ട് ഘടകങ്ങൾ ചേർന്ന കാര്യമാണ് എന്നാണ്. അപ്പൊ ഞാൻ എന്ന് പറയുന്ന ആ എൻ്റെ സ്വത്വം, അത് എൻ്റെ കയ്യോ എൻ്റെ കാലോ എൻ്റെ മുഖമോ എൻ്റെ വയറോ ഒന്നുമല്ല. ഞാനെന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ എൻ്റെ റൂഹാണ്, എൻ്റെ നഫ്സാണ്. ഞാൻ മരിച്ചാൽ എൻ്റെ മയ്യത്ത് എൻ്റെ വീട്ടുമുറ്റത്ത് എൻ്റെ കൈകാലുകൾ അടക്കം അവിടെ കിടത്തുകയാണെങ്കിലും നിങ്ങൾ കയറി വരുമ്പോൾ എൻ്റെ മക്കൾ നിങ്ങളോട് പറയുന്നത് ഉപ്പ പോയി എന്നാണ്. ഭൗതികമായി നമ്മൾ കാണുന്ന ഈ അവയവങ്ങളൊന്നും ഞാനല്ല. ഖുർആൻ മനുഷ്യന്റെ തുടക്കത്തെ പറ്റി സൂറത്തു സജദയിൽ പറഞ്ഞു തുടങ്ങുന്നത് മനുഷ്യനെ അല്ലാഹു സൃഷ്ടിക്കാൻ തുടങ്ങിയത് കളിമണ്ണിൽ നിന്നാണ്. ثم جعل نسله من سلالة من ماء مهين. പിന്നീട് അവന്റെ സന്തതി പരമ്പരകളെ, തലമുറകളെ നിലനിർത്തിയത് അവൻ തന്നെ ശ്രവിക്കുന്ന അവന്റെ രേതസ്കണത്തിലൂടെയാണ്. ثم سواه ونفخ فيه من روحه. പിന്നീട് അല്ലാഹു ഓരോ മനുഷ്യനിലും മിർ റൂഹിഹി, അല്ലാഹുവിന്റെ റൂഹിൽ നിന്ന് നിക്ഷേപിക്കുകയാണ്. അപ്പോൾ അള്ളാഹുവിൽ നിന്നുള്ള ഒരു ഘടകമാണ് റൂഹ്.
മറ്റൊന്നു മണ്ണിലേക്ക് ലയിക്കേണ്ടുന്ന ഘടകമാണ് ജസദ്. ഈ രണ്ട് ഘടകം ചേർന്ന മനുഷ്യന്റെ ജീവിതമാണ് പരീക്ഷണത്തിനായി ഭൂമിയിലേക്ക് അള്ളാഹു നിയോഗിച്ചത്. ഈ പരീക്ഷണത്തിൽ വിജയിക്കണമെങ്കിൽ നല്ല ട്രെയിനിങ് ആവശ്യമാണ്. ഒന്ന്, മണ്ണോട് ചേരേണ്ടുന്ന ശരീരം ആവശ്യപ്പെടുന്നതെല്ലാം നിവർത്തിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്ന ഒരു ഭാഗം ഉണ്ടാവും. ഖുർആൻ ഇതേ പദപ്രയോഗം നഫ്സ് എന്ന അർത്ഥത്തിൽ രൂപത്തിൽ പലയിടങ്ങളിലും പ്രയോഗിച്ചിട്ടുണ്ട്. അത് റൂഹിനെ കുറിച്ചാണ്. നഫ്സ് ലവ്വാമത്തും അമ്മാറത്തും ബിസൂഉം ഒക്കെ ഉണ്ട് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. നിരന്തരമായി തെറ്റിനു വേണ്ടി പറയുന്ന, പ്രേരിപ്പിക്കുന്ന, തിന്മയിലേക്ക് നയിക്കുന്ന, തിന്മയിലേക്ക് നമ്മളെ വലിച്ചു കൊണ്ടുപോകുന്ന അനേകം ആകർഷണങ്ങളാണ് എല്ലാ ഭാഗത്തും ഉള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതം മൂക്കുകയറില്ലാതെ മുന്നോട്ട് പോകും. ചില ആളുകളൊക്കെ വലിയ ശപഥങ്ങളെടുത്തും തീരുമാനങ്ങളെടുത്തും ഒക്കെ ജീവിതത്തിൽ നന്നാകാൻ ഞങ്ങൾ ഇന്നിങ്ങനെ ചർച്ച ചെയ്തു. ഏറ്റവും കൂടുതൽ ജിമ്മിന്റെ ഉടമസ്ഥര് കളക്ഷൻ വാരുന്നത് ജനുവരിയിലും ഫെബ്രുവരിയിലുമാണ്. കാരണം ഡിസംബർ ലാസ്റ്റ് ഓരോരുത്തരും തീരുമാനം എടുക്കും, ഞാനൊരു പുതിയ മനുഷ്യനാകാൻ പോവാണ്, അടുത്ത വർഷം മുതൽ ഞാൻ ജിമ്മിലൊക്കെ പോയി ശരീരമൊക്കെ ഒന്ന് ശരിയാക്കാൻ പോവാണ്. ജനുവരിയും കഴിഞ്ഞ് ഫെബ്രുവരി കഴിയുമ്പോഴേക്ക് തീരുമാനങ്ങളിലൊക്കെ മാറ്റം വന്നിട്ടുണ്ടാവും. നടപ്പിലാക്കാൻ പറ്റാത്തത് പലതും നിർത്തിപ്പോയിട്ടുണ്ടാകും. അങ്ങനെ എന്തെല്ലാമോ തീരുമാനങ്ങൾ ശപഥങ്ങളായും തീർച്ചപ്പെടുത്തലുകളായും നേർച്ചയാക്കലുകളായും ഒക്കെ കൊണ്ടു നടക്കും. ഒന്നും പക്ഷേ ചിലപ്പോഴൊക്കെ മനസ്സ് പറയുന്നത് ശരീരം കേൾക്കില്ല, ശരീരം പറയുന്നത് മനസ്സ് കേൾക്കില്ല, അങ്ങനെയൊക്കെ ആയിരിക്കും. പക്ഷെ നോക്കൂ നിങ്ങൾ, ഒരു മനുഷ്യനെ ഏറ്റവും ആവശ്യമുള്ള അവന്റെ വിജയത്തിലേക്ക്, സ്വർഗത്തിലേക്ക് നയിക്കുവാനുള്ള അള്ളാഹു നിശ്ചയിച്ച ഒരു ട്രെയിനിങ് പീരീഡാണ് റമദാൻ എന്നാണ്. നേരത്തെ ഇവിടെ സക്കരിയ സാഹിബ് തഖ്വയെ പറ്റി പറഞ്ഞല്ലോ. ആ തഖ്വ അത് യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിത്തീരേണ്ടത് സ്വർഗത്തിൽ എത്തിച്ചേരുവാനുള്ള അതിൻ്റെ യോഗ്യത എന്നുള്ള നിലക്കാണ്. ഞാൻ ഓതി വെച്ച പരിശുദ്ധ ഖുർആനിലെ ആയത്ത്, സാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും, നിങ്ങൾ അല്ലാഹുവിൽ നിന്നുള്ള പാപമോചനത്തിലേക്ക് ധൃതി കാണിക്കുവിൻ. വജന്നത്തിൻ അർളുഹസ് സമാവാതു വൽ അർള്, ആകാശഭൂമികളെക്കാൾ വിശാലമായ അവന്റെ സ്വർഗത്തിലേക്കും. ഉഇദ്ദത് ലിൽ മുത്തഖീൻ, തഖ്വയുള്ള ആളുകൾക്ക് അല്ലാഹു ഒരുക്കി വെച്ച സ്വർഗം. സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറന്നു വെക്കുന്ന മാസമാണ് റമദാൻ എന്ന് നമ്മൾ പറയാറുണ്ട്. 11 മാസക്കാലം മനുഷ്യന്റെ നിയന്ത്രണങ്ങൾക്ക് അനുവദിക്കപ്പെട്ടതിൽ നമുക്കൊരു നിയന്ത്രണമില്ലായിരുന്നു, അല്ലേ? എന്ത് തിന്നണമെന്ന് ചോദിച്ചാൽ നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ തിന്നാം. ഖുർആൻ പറഞ്ഞത് തൊയ്യിബാത്തുകളൊക്കെ ഭക്ഷിക്കാന്നാണ്. അതുകൊണ്ട് നമ്മൾ എത്രയും തിന്നാം, എങ്ങനെയും തിന്നാം, ഏത് സമയത്തും തിന്നാം. അങ്ങനെ നമ്മൾ തിന്നുകൊണ്ടേയിരിക്കുകയാണ്. ആ ഭക്ഷണങ്ങളെല്ലാം അള്ളാഹു അനുവദിച്ചത് എന്നുള്ള നിലക്ക് നമുക്ക് നിയന്ത്രണങ്ങളില്ലാതെ ആസ്വദിച്ച് കഴിക്കാവുന്നതാണ്. എന്ത് വേണമെങ്കിലും കുടിക്കാം, നിഷിദ്ധമാക്കപ്പെട്ടതൊഴികെ. അനുവദിക്കപ്പെട്ട ഇണയെ എപ്പോൾ വേണമെങ്കിലും പ്രാപിക്കാം. ആ നിയന്ത്രണങ്ങളൊന്നും 11 മാസം അള്ളാഹു നിർബന്ധമാക്കിയിട്ടില്ല. നമ്മൾ കഴിക്കുന്ന മണ്ണിൽ നിന്ന് വളരുന്ന ഓരോ സസ്യലതാദികളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഭക്ഷണവും അവസാനം മണ്ണോട് ചേരാനുള്ളതാണ്. അതുകൊണ്ട് തന്നെ ശരീരത്തിന്റെ ഇച്ഛകൾക്ക് വഴങ്ങി ജീവിക്കുന്നതിൽ നിയന്ത്രണമില്ലായിരുന്നു. എന്നാൽ അടുത്ത ഒരു മാസം നമ്മൾ റൂഹിന് ആധിപത്യം കൊടുക്കേണ്ടുന്ന മാസമാണ്. അവിടെ ശരീരത്തിന്റെ താല്പര്യങ്ങൾക്ക് കടിഞ്ഞാണിടുന്ന മാസമാണ്. നാം സഞ്ചരിക്കുന്നത് ഒരു കുതിരപ്പുറത്താണെന്ന് വിചാരിക്കുക. ആ കുതിര നമ്മുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് നമ്മളെ എത്തിക്കേണ്ടതുണ്ട്. ആ കുതിര മൂട്ട് കാണിക്കുന്ന കുതിരയാണെങ്കിൽ അതിന് ഇഷ്ടപ്പെടുന്ന വഴികളിലേക്ക് തെന്നി മാറാൻ സാധ്യതയുണ്ട്. പല വഴികളിലേക്കും അത് കുതിറി മാറുവാനും കുതിച്ചോടുവാനും സാധ്യതയുണ്ട്. അതിന്റെ മുകളിലിരിക്കുന്ന അതിന്റെ സവാരിക്കാരൻ അതിന്റെ മൂക്ക് കയറി പിടിക്കാൻ അറിയുമെങ്കിലേ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിച്ചേരുകയുള്ളൂ. അതുകൊണ്ട് ആത്മീയമായ ഔന്നിത്യമാണ് ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയ കരുതൽ.
فألهمها فجورها وتقواها قد أفلح من زكاها وقد خاب من دساها. ആത്മാവിനെ തന്നെ സത്യം, അതിനെ ശരിപ്പെടുത്തിയവനും തന്നെ സത്യം, അതിനെ സ്ഥാപിച്ചവനും വ്യവസ്ഥപ്പെടുത്തിയവനും തന്നെ സത്യം. അതിന്റെ നന്മ തിന്മകൾ അതിന് ബോധനം നൽകിയിരിക്കുന്നു. ആരതിനെ സംസ്കരിച്ചിരിക്കുന്നുവോ അവൻ വിജയിച്ചിരിക്കുന്നു. ഈ നഫ്സ് സ്ഫുടം ചെയ്തെടുത്ത് തിരിച്ചു കൊടുക്കേണ്ടതുണ്ട്. ഒരു സാധനം കയ്യെത്തുന്നാൽ അതങ്ങനെ തന്നെ തിരിച്ചു കൊടുക്കുക എന്നുള്ള ഉത്തരവാദിത്തമാണ് ജീവിതം. റൂഹ് ഫിത്രത്തോടു കൂടി തന്നൊരു സംഗതിയാണ് 4-ാം മാസത്തിൽ. ആ വിമലീകരിക്കപ്പെട്ട റൂഹ് മലക്കുൽ മൗത്ത് വരുമ്പോൾ അങ്ങോട്ട് കൊടുക്കണം. അതിനെന്ത് വേണം? നോമ്പ് തുടങ്ങുമ്പോ നമുക്ക് ഏറ്റവും ഉള്ളിലുണ്ടാകേണ്ടത്, നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന 2 ഹദീസുകളുണ്ട്. സത്യത്തിൽ ആ ഹദീസുകളും ആയത്തുകളും എല്ലാം കണക്റ്റഡ് ആണ്. കാരണം മനുഷ്യന് തഖ്വയുണ്ടാകണമെന്നതാണല്ലോ കുത്തിബ അലൈക്കുമുസ് സിയാം എന്ന് പറഞ്ഞു തുടങ്ങുന്ന ആയത്തിന്റെ താല്പര്യം. എങ്ങനെയാ തഖ്വ ഉണ്ടാകുക? തഖ്വ ബാഹ്യമായ അടയാളങ്ങൾ കൊണ്ട് നിർണയിക്കപ്പെടാവുന്ന ഒന്നേ അല്ല. നമ്മൾ ആൾക്കാരെ നിസ്കാരത്തഴമ്പും താടിയുടെ നീളവും കണങ്കാലിന് മുകളിലുള്ള ഉടുപ്പൊക്കെ കണ്ടിട്ട് പറയും വലിയ തഖ്വയാണ്, വെറുതെയാണ്. ലാ യഗുറൻക മിനൽ മർഇ ഖമീസുൻ റകഅ ഔ ഇസാറുൻ ഫൗക കഅബിൻ സാഖി മിൻഹു റഫഅ ഔ ജബീനുൻ ലഹ ഫീഹി അസറുൻ ഖദ് ഖലഅ. മനുഷ്യന്റെ നെറ്റിത്തടത്തിലുള്ള കറുത്ത നിസ്കാര തഴമ്പിന്റെ അടയാളം കൊണ്ടോ കണങ്കാലിന്റെ മുകളിലുള്ള അരയുടുപ്പ് കൊണ്ടോ നീ ആളുകളുടെ തഖ്വയെ വിലയിരുത്തണ്ട. അതൊക്കെ വെറുതെയാണ്. അതൊക്കെ ആർക്കുണ്ടാക്കാൻ പറ്റും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് തഖ്വ ഹാഹുന എന്നാണ്. ഹൃദയത്തിൽ, നമ്മുടെ ഉള്ളിൽ വിമലീകരിക്കപ്പെട്ട ഒരു ഹൃദയമുണ്ടോ അവിടെ നിന്നാണ് പ്രവൃത്തി ഉണ്ടാകുക. പ്രൊഡക്ഷന്റെ കേന്ദ്രം ഹൃദയമാണ്, മനസ്സാണ്, ചിന്തകളാണ്. അത് നന്നാവണം. അത് നന്നാവുമ്പോൾ വാക്കുകൾ നന്നാവും, സമീപനം നന്നാവും, ബന്ധം നന്നാവും, സ്വഭാവം നന്നാവും, അമലുകൾ നന്നാവും. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞെന്താ? കല്ലും മുള്ളും നിറഞ്ഞ വഴിയിലൂടെ ഒരാൾ സഞ്ചരിക്കുമ്പോൾ അയാളുടെ കാൽപാദങ്ങൾ എത്ര ശ്രദ്ധിച്ചിട്ടാണോ അയാൾ മുന്നോട്ട് കൊണ്ടുപോയി വെക്കുന്നത്, ആ പ്രവൃത്തിയാണ് തഖ്വ എന്നാണ്. ആ പ്രവൃത്തിയിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ എന്ത് ചെയ്യണം? നോമ്പ് എങ്ങനെയാ നമ്മൾ എത്തിക്കുക? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ മനോഹരമായി അതിനെ പറഞ്ഞത്. നോമ്പ് വിശപ്പല്ല, നോമ്പ് ദാഹമല്ല. വകമ്മിൻ സിയാം വകമ്മിൻ സ്വാഇമിൻ എന്ന് ഒരു ഹദീസിലുണ്ട്. എത്ര നോമ്പുകാരാണ്, അവർക്ക് ദാഹവും വിശപ്പും മാത്രമേ ബാക്കിയുള്ളൂ. എത്ര നോമ്പുകാരാണ് വെറുതെ വിശന്നിരിക്കുകയാണ്, വെറുതെ രാത്രി ഉറക്കമൊഴിക്കുകയാണ്. അതിനെ കൊണ്ടൊന്നും ഒരു കാര്യമില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പൊ എവിടെയാണ് നോമ്പ് തുടങ്ങേണ്ടത്? നോമ്പ് തുടങ്ങേണ്ടത് ഒരു മനുഷ്യനെ അടയാളപ്പെടുത്തുന്ന കുറെ കാര്യങ്ങളുണ്ട്. വാക്കുകൾ, വർത്തമാനങ്ങൾ, ബന്ധങ്ങൾ, ഇതൊക്കെ വിഷയമാണ്. ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്താ? അല്ലം യദഅ ഖൗലസ്സൂർ വൽ അമല ബിഹി ഫലൈസ ലില്ലാഹി ഹാജത്തുൻ ഫീ അൻ യദഅ തആമഹു വശറാബഹു. നിങ്ങളുടെ വാക്കുകൾ നിങ്ങൾ സൂക്ഷിക്കുന്നില്ലെങ്കിൽ, അനാവശ്യ വർത്തമാനങ്ങൾ ഉപേക്ഷിക്കുന്നില്ലെങ്കിൽ, വേണ്ടാത്ത സംസാരങ്ങൾ നിങ്ങൾ ഒഴിവാക്കുന്നില്ലെങ്കിൽ നിങ്ങൾ വിശപ്പും ദാഹവും സഹിക്കേണ്ട കാര്യമില്ല. എത്ര മനോഹരാണ് ആ വാക്ക്. നോമ്പ് യഥാർത്ഥത്തിൽ വിശപ്പും ദാഹവും അല്ല എന്നാണ് അതിനർത്ഥം. നിങ്ങൾ ഒരാളെ വിലയിരുത്തപ്പ അയാളോട് കുറച്ച് സംസാരിക്കുമ്പോഴല്ലേ, വർത്തമാനം പറയുമ്പോഴല്ലേ. ചില ആളുകളോട് ഫോണ് വിളിച്ച് വെച്ചാൽ തന്നെ മനസ്സിനൊരു വിങ്ങലാണ്, എന്തപ്പ അയാൾ അങ്ങനെയൊക്കെ പറഞ്ഞത്. ചില ആളുകളോട് ഫോണ് വെച്ചാൽ തന്നെ മനസ്സിനൊരു ആശ്വാസമാണ്, എന്തോ ഒരു പോസിറ്റീവ് എനർജിയാണ് ആ സംസാരത്തിൽ തന്നെ, അല്ലേ? ചില വാക്കുകൾ നമ്മുടെ മനസ്സിന് മുറിവേൽപ്പിച്ചിട്ടുണ്ടാകും. ചില വാക്കുകൾ മറക്കാൻ പറ്റാത്ത അത്രയും നമ്മളെ വേദനിപ്പിച്ചിട്ടുണ്ടാകും. ചില വാക്കുകൾ ബന്ധങ്ങളെ അപ്പാടെ തകർത്ത് കളയും. എത്ര ദാമ്പത്യ ബന്ധങ്ങളിലാണ് സുലഹിന് പോകുമ്പോൾ പറയും, എന്റെ മോത്തൊക്കെ അങ്ങനെ പറഞ്ഞില്ലേ, അതെനിക്കിപ്പോഴും മറക്കാൻ പറ്റൂല, അല്ലേ? വാക്കുകൾ മുള്ളുകളായും വാക്കുകൾ കൂരമ്പുകളായും വാക്കുകൾ ശരങ്ങളായും നമ്മുടെ നാവിൽ നിന്ന് പുറത്തു പോകും. പിന്നെ നമ്മൾ വിചാരിക്കും പറയേണ്ടിയിരുന്നില്ല, പിന്നെ നമ്മൾ വിചാരിക്കും വേണ്ടിയിരുന്നില്ല. പക്ഷെ പോയത് പിന്നെ തിരിച്ചു കിട്ടുമോ?
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു വാക്കുണ്ട്, നിങ്ങളോടൊരാൾ നിങ്ങളിലേക്ക് ശാത്തമഹു അല്ലെങ്കിൽ കാത്തലഹു, ഒരാളോട് പോരിന് വന്നു അല്ലെങ്കിൽ ചീത്ത പറഞ്ഞു, ഇങ്ങോട്ട് പറഞ്ഞ പിന്നെ തിരിച്ചു പറഞ്ഞാൽ നമുക്ക് സമാധാനമുള്ളൂ. അപ്പൊ നിങ്ങൾ പറയണം ഇന്നി സ്വായിം, ഞാൻ ഇപ്പൊ ഒന്നും പറയുന്നില്ല, നോമ്പ് കഴിഞ്ഞിട്ട് പറയാന്നല്ല, ഞാൻ നോമ്പുകാരനാണ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, നഫ്സിന് 3 പദപ്രയോഗങ്ങൾ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. 3ാമത്തെ പദപ്രയോഗം മുത്തുമയിന്നത്താണ്. നമുക്ക് കിട്ടുന്നൊരു സമാധാനമുണ്ട്, ഈമാൻ കൊണ്ട് കിട്ടുന്ന സമാധാനം, ദീൻ കൊണ്ട് കിട്ടുന്ന സമാധാനം, അള്ളാഹുവിൽ നിന്ന് കിട്ടുന്നൊരു സമാധാനം, തഖ്വ കൊണ്ട് കിട്ടുന്നൊരു സമാധാനം. ആ ഒരു അവസ്ഥയിലേക്ക് നമ്മളെ പ്രാപ്തമാക്കി എടുക്കുകയാണ്. നമ്മുടെ നഫ്സിനെ തിരിച്ചു പറഞ്ഞു കിട്ടുന്നതിനേക്കാൾ കൂടുതലുള്ള സമാധാനം അള്ളാഹുവിൽ നിന്ന് പ്രതീക്ഷിക്കുമ്പോൾ കിട്ടുന്നുണ്ട്, പറയാതിരിക്കുമ്പോൾ കിട്ടുന്നുണ്ട്. അതാണ് പ്രധാനം. 4 ചീത്ത പറഞ്ഞപ്പോൾ കിട്ടുന്നൊരു സമാധാനം ഉണ്ടല്ലോ, അതല്ല. ഞാൻ ക്ഷമിക്കുകയും സഹിക്കുകയും ചെയ്തതുകൊണ്ട് കിട്ടുന്നൊരു സമാധാനം ഉണ്ടല്ലോ, വഹുവ ശഹ്റു സുബ്ർ. ക്ഷമയുടെ മാസമാണ് നോമ്പ്, ക്ഷമയുടെ മാസമാണ്. ക്ഷമിക്കാൻ കഴിയാത്തവന് നോമ്പ് അപൂർണമായി തീരും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ വാക്കുകൾ വളരെ പ്രധാനമാണ്. വാക്കുകളെ നിയന്ത്രിക്കാൻ റമദാനിൽ സാധിക്കേണ്ടതുണ്ട്. അതേ പ്രകാരം തന്നെ ക്ഷമിക്കാൻ റമദാനിൽ സാധിക്കേണ്ടതുണ്ട്. ബോധപൂർവമായി ചിലപ്പോഴൊക്കെ നമ്മൾ മിണ്ടാതിരിക്കേണ്ടി വരും. അതുകൊണ്ട് നമ്മൾ തോറ്റുപോയി എന്നൊന്നും വിചാരിക്കേണ്ടതില്ല. ചിലത് അങ്ങനെയാണ്, തോറ്റു കൊടുക്കുമ്പോൾ മാത്രം ജയിക്കുന്ന ചിലതുണ്ട്. കുടുംബ ബന്ധങ്ങളൊക്കെ അങ്ങനെയാണല്ലോ. 2 ആളും തോറ്റു കൊടുക്കുന്നില്ലെങ്കിൽ ആ കുടുംബം തകരും. 2 ആൾക്കും വാശിയാണെങ്കിൽ ആ കുടുംബം തകരും. ഓൾക്ക് അതിനേക്കാൾ വലിയ വാശിയായിരിക്കും, ഓൻ അതിനേക്കാൾ വലിയ വാശിയായിരിക്കും. 2 ആളും വിട്ടുകൊടുക്കൂലെങ്കിൽ ആ കുടുംബത്തിന്റെ കഥ പറയാത്ത നല്ലത്. എപ്പോഴും തോറ്റു കൊടുക്കാൻ ചില പുരുഷന്മാരുണ്ടാകും ചില കുടുംബത്തിൽ. ചിലയിടത്ത് എപ്പോഴും തോറ്റു കൊടുക്കുന്ന പാവപ്പെട്ട സ്ത്രീകളും ഉണ്ടാവും. ആ കുടുംബം വിജയിച്ചു കൊണ്ടേയിരിക്കും. ആരെങ്കിലും ഒരാൾ തോറ്റു കൊടുത്താലേ ബന്ധങ്ങൾ വിജയിക്കുള്ളൂ. അപ്പൊ തോറ്റു കൊടുക്കുക എന്നുള്ളത് വിശ്വാസിക്ക് ഒരിക്കലും പറ്റാത്ത കാര്യമില്ല. തോൽക്കാൻ പഠിക്കുന്നവൻ തന്നെയാണ് വിശ്വാസി. അള്ളാഹുവിന് വേണ്ടി ക്ഷമിക്കുക, അള്ളാഹുവിന് വേണ്ടി പുറത്തു കൊടുക്കുക, അള്ളാഹുവിന് വേണ്ടി വിട്ടുവീഴ്ച ചെയ്ത് കൊടുക്കുക, അല്ലേ? പണ്ടൊക്കെ റമദാൻ തുടങ്ങുമ്പോൾ ഒരുങ്ങുമായിരുന്നു. എന്താ ഒരുക്കം? അരി പൊടിക്കും, മുളക് പൊടിക്കും, മല്ലി പൊടിക്കും. നാട്ടിലൊക്കെ ആ സമയത്ത് മില്ലിലേക്ക് പോകാൻ പറ്റൂല. അപ്പൊ നമ്മളെ പ്രാസംഗികമാരൊക്കെ കളിയാക്കാൻ തുടങ്ങി. അങ്ങനെ അരിക്കും പൊടിച്ച് മുളക് പൊടിച്ച് തിന്നാൻ വേണ്ടി ഒരുങ്ങാൻ അല്ല. സത്യത്തിൽ അവർ ഒരുങ്ങുന്നത് ആരാധനകൾക്ക് വേണ്ടിയായിരുന്നു. നിങ്ങൾ പഴയ ഉമ്മമാരോട് ചോദിച്ചു നോക്കൂ, എന്താ കാരണം എന്നറിയോ? അവർ പകലുകളിൽ ഓതുകയായിരുന്നു. അവർ വിശുദ്ധ ഇസ്ലാമിന്റെ വയലുകളും പ്രസംഗങ്ങളും പ്രഭാഷണങ്ങളും കേൾക്കുവാൻ സമയം കണ്ടെത്തുകയായിരുന്നു. വൈകുന്നേരത്തെ 1 മണിക്കൂറിൽ അടുക്കളയിലേക്ക് ഇറങ്ങിയാൽ അപ്പോൾ നോമ്പ് തുറക്കുവാനുള്ള വിഭവങ്ങൾ ഉണ്ടാക്കണമെങ്കിൽ നേരത്തെ അവയൊക്കെ തയ്യാറാക്കി വെച്ചാൽ എളുപ്പമായിരുന്നു. അങ്ങനെ അവരതിനെ കണ്ടത്. ഇന്ന് നേരെ തിരിച്ചാണ്. ഇന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ അടുക്കളയിൽ നിന്ന് ഉണ്ടാക്കി തീർത്താലും തീരാത്ത അത്ര വിഭവങ്ങളുടെ ആധിക്യമാണ് നോമ്പ് തുറ. 11 മാസം തിന്ന വയറിലേക്ക് അമിതാഹാരം കൊണ്ടും അഹിതാഹാരം കൊണ്ടും വിളിച്ചു വരുത്തിയ രോഗങ്ങൾ എത്രയാണ്. അമിത ഭോഗം കൊണ്ടും അഹിത ഭോഗം കൊണ്ടും ഉണ്ടാക്കി തീർത്ത ബന്ധങ്ങളുടെ ശൈഥില്യങ്ങൾ എത്രയാണ്. ഇവയൊക്കെ ഒന്ന് നിയന്ത്രിക്കുവാൻ കിട്ടിയ മാസത്തിലും പ്രിയപ്പെട്ടവരെ തിന്നുകൊണ്ടിരിക്കുകയാണെങ്കിലോ. അതുകൊണ്ട് എല്ലാറ്റിനും നിയന്ത്രണം വരേണ്ട ഒരു മാസമാണ് റമദാൻ. ആ നിയന്ത്രണം സ്വയം സാധ്യമാക്കേണ്ടിയുന്ന, സ്വയം ഉണ്ടാക്കിയെടുക്കേണ്ടുന്ന, നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരേണ്ടുന്ന, ഉച്ചയാകുമ്പോഴൊക്കെ വയറിൽ നിന്ന് വിശപ്പിന്റെ വിളി വരുമ്പോ എന്തെങ്കിലുമൊക്കെ കിട്ടിയിരുന്നെങ്കിൽ ആ വിശപ്പിന്റെ വിളി അടക്കാമായിരുന്നു എന്ന് ചിന്തിക്കുമ്പോ ഇപ്പൊ വേണ്ട എന്ന് പറയാൻ നമുക്ക് കഴിയുന്നത്, ദാഹിക്കുമ്പോൾ തൊണ്ട വരളുമ്പോൾ ഇപ്പൊ തൽക്കാലം കുടിക്കാനില്ല എന്ന് പറയുന്നത്, നമ്മൾ അല്ലാഹു അക്ബർ എന്ന് പറയുന്ന അള്ളാഹുവിന്റെ വചനമുണ്ടല്ലോ, എനിക്ക് ഏറ്റവും വലുത് അള്ളാഹുവാണ്, ഈ നോമ്പ് അള്ളാഹുവിന് വേണ്ടിയാണ്, അള്ളാഹുവിന് വേണ്ടി എന്ന് ചിന്തിക്കുന്ന ഒരാളുടെ നോമ്പിന്റെ പ്രതിഫലം എത്രയാണ്? അതിന് പ്രതിഫലം നിശ്ചയിച്ചിട്ടില്ല എന്നുള്ളതാണ്. കാരണം എന്താ അറിയോ? ബാക്കിയെല്ലാം കാണാൻ പറ്റും, ബാക്കിയെല്ലാം കാണാൻ പറ്റും. നിസ്കാരം കാണാൻ പറ്റും, ഹജ്ജ് കാണാൻ പറ്റും,
സക്കാത്ത് കൊടുക്കപ്പെടുന്നവർക്കും മറ്റുമൊക്കെ അനുഭവിക്കാൻ പറ്റും. പക്ഷെ നോമ്പ് ഒരാളുടെ യഥാർത്ഥ തഖ്വ അളക്കുന്ന അളവുകോലാണ്. വേണമെങ്കിൽ തിന്ന് ആളുകൾക്കിടയിലേക്ക് വന്ന് നോമ്പുകാരാണെന്ന് പറയാം. ബാഹ്യമായ അടയാളങ്ങളൊന്നും ബാക്കി വെക്കാത്ത ആ നോമ്പ് അള്ളാഹു അതിന് പ്രതിഫലം ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. അസ്സൗമുലി, നോമ്പ് എനിക്കുള്ളതാണ്, ഞാൻ തരും പ്രതിഫലം. അതിനളവില്ല, അതിനതിരില്ല, എത്രയെന്നറിയില്ല. അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്ന അള്ളാഹുവിലേക്ക് ഒരാൾ ഞാൻ അള്ളാഹുവിന്റെ ഇഷ്ടക്കാരനാണെന്ന് തെളിയിക്കുവാനുള്ള അനേകം വഴികളിൽ വളരെ പ്രധാനപ്പെട്ടതാണ് നോമ്പ് എന്നാണ്. മറ്റൊന്നും കൂടി ഞാൻ എപ്പോഴും പറയാറുള്ളൊരു സംഗതിയാണ്. ഈ റമദാനിന്റെ നഫ്സ് ആത്മീയമായ സംശുദ്ധീകരണത്തിന്റെ മാസമാണെന്ന് പറയുമ്പോൾ, അതിൽ നമ്മൾ സമയം കണ്ടെത്തേണ്ടതിന്റെ പ്രാധാന്യം പറയുമ്പോൾ, എല്ലാം പോലെ തന്നെ എല്ലാ കാലത്തും നമുക്ക് ശാരീരികമായ താല്പര്യങ്ങൾക്കായിരുന്നു മുൻഗണന. രാവിലെ നടക്കാൻ പോകുന്നത്, കളിക്കാൻ പോകുന്നത്, നമ്മൾ ഭക്ഷണത്തിൽ ശ്രദ്ധിക്കുന്നത്, അമിതമായി മധുരം കഴിക്കാത്തത്, റെഗുലറായി നമ്മളുടെ ചികിത്സകൾ നടത്തുന്നത്, നമ്മൾ ശരീരത്തിന്റെ പരിശോധനകൾ നടത്തുന്നത് ഒക്കെ എന്തിനാ പ്രിയപ്പെട്ടവരെ? നമ്മുടെ ശാരീരികമായ ഈ ജസദിയായ താല്പര്യങ്ങളെ അതിലൊരിക്കലും പ്രയാസമുണ്ടാകാതിരിക്കാനാണ്. ഈ രണ്ട് ഘടകങ്ങളിൽ നഫ്സിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു മാസം വരുമ്പോഴെങ്കിലും നമ്മൾ ചിന്തിക്കേണ്ട ഒരു സംഗതിയുണ്ട്. എന്താണെന്നറിയോ? ഇപ്പോ സാമ്പത്തിക ആവശ്യവുമായി സുഹൃത്ത് മുസ്തഫ നുസരി ഇവിടെ സംസാരിച്ചു. പലരും വരും. നമ്മളിപ്പോ ഇന്ന് പറഞ്ഞതാണ്, നോമ്പിങ്ങാവുമ്പോൾ പിരിവാരിങ്ങനെ വരികയാണ്. നമുക്ക് വിഷമൊക്കെ ഉണ്ടാവും. പക്ഷെ വലിയൊരു നീക്കിയിരിപ്പാണ്, കരുതി വെക്കലുകളാണ്, സ്വതക്കത്വം ജാരിയകളാണ്. എത്ര സ്ഥാപനങ്ങളാണ്, എത്ര പാവങ്ങളാണ്, എന്തെന്ത് സ്ഥാപനങ്ങളാണ് ഈ ദാനധർമ്മങ്ങൾ കൊണ്ട് നിലനിന്നു പോകുന്നത്. എത്ര പാവങ്ങളാണ് ഭക്ഷണം കഴിച്ചു പോകുന്നത്. എത്ര പള്ളികളാണ് അള്ളാഹുവിന്റെ മുമ്പിൽ സുജൂദ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എത്രയോ സ്ഥാപനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഞാനൊന്ന് പറയട്ടെ, നമ്മുടെ ശാരീരികമായ ഇച്ഛകൾക്ക് നമ്മൾ കൊടുക്കുന്ന പൈസ എത്രയാണ്? താല്പര്യങ്ങൾക്ക് നമ്മൾ നീക്കി വെക്കുന്ന സമയം എത്രയാ? ഞാൻ പറഞ്ഞല്ലോ, അതിരാവിലെ 4 മണിക്കാണ് 5 മണിക്കാണ് നമ്മുടെ മോർണിംഗ് വാക്ക് തുടങ്ങുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ എഴുന്നേൽക്കും, രാവിലെ നടക്കും, വൈകുന്നേരം അതിന് സമയം കണ്ടെത്തും, ഭക്ഷണത്തിൽ ശ്രദ്ധിക്കും, എല്ലാറ്റിനും നമ്മൾ ശ്രദ്ധ കൊടുക്കും. ഇടക്ക് നമ്മുടെ ഉള്ളിൽ നിന്ന് എവിടെയോ ഒരു കൊളുത്ത് പരിക്കൽ വന്നാൽ ഡോക്ടറെ ഒന്ന് കാണിച്ചാൽ ഡോക്ടർ പറയാണ് ചിലതൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ, ചില ഭക്ഷണം ഒഴിവാക്കണം കേട്ടോ. നമ്മൾ തയ്യാറാണ്. പിന്നെ നമ്മൾ തയ്യാറാണ്, എന്തിനൊക്കെ തയ്യാറാണ്? ഭക്ഷണം ഒഴിവാക്കാൻ തയ്യാറാണ്. പിന്നെ ഡോക്ടർ പറഞ്ഞു 1 മാസം എൻ്റെ അടുത്ത് കിടക്കണം, നമ്മൾ തയ്യാറാണ്. 2 മാസം കിടക്കണം, അതിനും തയ്യാറാണ്. 6 മാസം അഡ്മിറ്റ് ചെയ്യണം, അതിനും തയ്യാറാണ്. അല്ലേ? ജീവിതകാലം മുഴുവനും നമ്മൾ ഇവിടെ നിന്ന് അധ്വാനിച്ച പണവും കൊണ്ട് നാട്ടിൽ പോയി ചികിത്സ തുടങ്ങിയിട്ട് ആ വീടും പറമ്പും വിറ്റ് ചികിത്സിക്കുന്ന ആളുകളുണ്ട്. അത് പൈസന്റെ കാര്യമാണ്. ഡോക്ടർ പറഞ്ഞു 1 ലക്ഷം സാരല്ല, 10 ലക്ഷം സാരല്ല. ഉണ്ടാക്കിയ മുഴുവനും പണവും കൊടുത്ത് നമ്മളുടെ ശരീരത്തിന്റെ ആരോഗ്യം വീണ്ടെടുക്കാൻ നമ്മൾ ശ്രമിക്കാറുണ്ട്. ശരിയല്ലേ? ആണ്. 1 മണിക്കൂർ ക്ലാസ്സിന് വരാൻ കഴിയാത്തവനാണിവൻ. 1 മണിക്കൂർ ഖുർആൻ ക്ലാസ്സിന് ഒരാഴ്ചയിൽ പങ്കെടുക്കാൻ കഴിയാത്തവനാണിവൻ. 100 ദിർഹം വരിസംഖ്യ കൊടുക്കാൻ കഴിയാത്തവനാണിവൻ. ഒന്നും നീക്കി വെക്കാത്തവനാണിവൻ. എന്നിട്ടോ അവന്റെ ശരീരത്തിനുള്ളിൽ ഒരു ചെറിയ വേദന തുടങ്ങിയപ്പോഴേക്ക് ആ ശരീരത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി ശ്രമിക്കുന്നത് ജീവിതകാലം മുഴുവനും അധ്വാനിച്ച പണം കൊണ്ടുപോയി കൊടുത്തിട്ടാണ്. എന്നിട്ട് എന്താ സംഭവിക്കാറുള്ളത്? അവസാനം ഡോക്ടർ സർജറി ഒക്കെ കഴിഞ്ഞിട്ട് പറയും ഫെയിലാണ്. നമ്മൾ പരമാവധി ശ്രമിച്ചു നോക്കി, എന്തൊക്കെ പോയേ? 5-6 മാസം അവൻ ശ്രമിച്ചു നോക്കി, എല്ലാ പണവും മുടക്കി നോക്കി, എല്ലാ പിരിവും നടത്തി നോക്കി. ആ ഫെയിലായ ബോഡിയും കൊണ്ട് വീട്ടിലേക്ക് വരും. നാട്ടുകാരൊക്കെ പറയും ഡോക്ടർ തിരിച്ചയച്ചിട്ടുണ്ട്. പിന്നെ ആൾക്കാരൊക്കെ ഇങ്ങനെ കാണാൻ വരും. അപ്പോഴുണ്ടൊരു നോട്ടം, തീർന്നു. ജീവിതത്തിൽ എല്ലാം കഴിഞ്ഞു, ഉണ്ടാക്കിയതൊക്കെ തീർന്നു. ആ നോട്ടത്തിൽ ദയനീയത ഉണ്ടാകും, നിസ്സഹായത ഉണ്ടാകും, തിരിച്ചുപോക്കിന്റെ വേദനയുണ്ടാകും. കുറച്ചു ദിവസം കഴിയുമ്പോൾ കേൾക്കാം ആള് കൊണ്ടുപോയി മണ്ണിൽ വെക്കും. 7 ദിവസമേ ഈ ശരീരം ആ മണ്ണങ്ങനെ സ്വീകരിക്കുള്ളൂ. 7ാമത്തെ ദിവസം അതെല്ലാം മാറിപ്പോയിട്ടുണ്ടാവും. തൊട്ടടുത്ത ദിവസം തന്നെ പുഴുക്കളിരിക്കാൻ തുടങ്ങും, കണ്ണുകൾ എളിയാൻ തുടങ്ങും, ശരീരം ജീർണിച്ച് ദുർഗന്ധം വമിക്കാൻ തുടങ്ങും. ഒരു മനുഷ്യനും എടുക്കാത്ത രൂപത്തിൽ ദുർഗന്ധമായിരിക്കുന്നതാണ് ശരീരത്തിന്. വയനാട് ജില്ലയിൽ ഒരു രാത്രിയിൽ, ഇരുണ്ട രാത്രിയിൽ
പേമാരി പെയ്തിറങ്ങി മലമുകളിൽ നിന്ന് ഒലിച്ചു വന്ന ആ വെള്ളത്തിന്റെ കൂടെ നൂറുകണക്കിന് ശരീരങ്ങൾ വയനാടിന്റെ വനമേഖലകളിലൂടെ അങ്ങ് മലപ്പുറം ജില്ലയിലെ പോത്തുകല്ലി വെള്ളത്തിലൂടെ ഒഴുകിയെത്തി. 2-3 ദിവസം ആളുകൾ പരക്കം പാഞ്ഞു, എവിടേക്കാ ബോഡിയുള്ളത്. ബോഡി എടുത്തവരൊക്കെ വന്ന് പറയുന്നുണ്ട്, വല്ലാത്ത ദുർഗന്ധാണ്, മനുഷ്യ ശരീരത്തിന് അത്രമേൽ ദുർഗന്ധാണ്. പ്രിയപ്പെട്ടവരെ, ഈ ശരീരത്തിന് വേണ്ടി നമ്മൾ നീക്കി വെക്കുന്ന സമയം എത്രയാ, മാറ്റിവെക്കുന്ന പണം എത്രയാ, നമ്മൾ കരുതി വെക്കുന്ന കരുതിവെക്കലുകൾ എത്രയാ. അതിൻ്റെ എത്രയെങ്കിലും ഒരു അംശം നമ്മുടെ നഫ്സിന് വേണ്ടി കരുതി വെക്കണ്ടേ. പരലോകം എന്ന് പറഞ്ഞാൽ എത്രയാ. ദുനിയാവിൽ ജീവിക്കുന്ന 10-60 കൊല്ലം ആണെങ്കിൽ അത്രയൊക്കെ മതി വിചാരിക്കാം. പരലോകം എത്രയാന്നറിയില്ല, എത്ര കാലം എന്നറിയില്ല. ആ വിശ്വാസത്തിൽ നമുക്ക് എന്തെങ്കിലും സംശയമുണ്ടോ? ഉറപ്പാണ്. ആഖിറയില്ലെങ്കിൽ നമുക്ക് എന്തും കളിക്കായിരുന്നു ദുനിയാവിൽ. ആഖിറ നമുക്ക് ഉറപ്പാണ്. മുത്തഖീങ്ങൾക്ക് ആഖിറ ഉറപ്പാണ്. ഖുർആൻ പ്രയോഗിച്ച പ്രയോഗത്തിന്റെ ശൈലി നിങ്ങൾ ശ്രദ്ധിച്ചോ? അൽ-ബഖറ തുടങ്ങുന്നത് മുത്തഖീങ്ങൾക്കുള്ള വേദഗ്രന്ഥമാണ് ഖുർആൻ എന്ന് പറഞ്ഞിട്ടാണ്. ഈ നോമ്പ് നിർബന്ധമാക്കുന്ന 2 ആയത്താണ് ഖുർആനിലുള്ളത്. ഒന്ന് ഞാനീ പറഞ്ഞ ആശ്വാസത്തിന്റെ വചനവുമായിട്ട് വന്ന ആയത്താണ്. നിങ്ങൾക്ക് മാത്രമല്ല, മുമ്പുള്ളവർക്കും അള്ളാഹു നോമ്പ് നിർബന്ധമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് നോമ്പ് നിങ്ങൾ എടുക്കണം. നോമ്പ് നിങ്ങൾക്കുള്ളതാണ്, നിങ്ങളെ ശുദ്ധീകരിക്കാനുള്ളതാണെന്നൊക്കെ പറയുന്ന ലഅല്ലക്കും തത്തഖൂൻ എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾ സൂക്ഷ്മതയുള്ളവരാകാൻ വേണ്ടിയാണെന്ന് പറയുന്ന ആയത്ത്. രണ്ടാമത്തതോ ഖുർആൻ അവതരിച്ചു എന്ന് പറയുന്ന ആയത്താണ്. ശഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൽ ലിന്നാസി വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. സത്യാസത്യ വിവേചനങ്ങളുള്ള ഖുർആൻ ഇറങ്ങിയ മാസം, ആ മാസത്തിൽ നിങ്ങൾ സാക്ഷികളാണെങ്കിൽ ഫൽയസുമു എന്നുള്ള പറയാൻ. അപ്പൊ അവിടെ നോമ്പ് നിർബന്ധമാക്കുന്നത് ഈ ഖുർആനിന്റെ പ്രാധാന്യം കൊണ്ടാണ്. ആ ഖുർആൻ വഴികാട്ടിയാണെന്ന് പറഞ്ഞ അൽ-ബഖറയുടെ തുടക്കത്തിൽ അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി വയഖീമൂന സ്വലാത്ത വമിമ്മാ റസഖനാഹും യുൻഫിഖൂൻ എന്ന് പറഞ്ഞ് അവർ വിശ്വസിക്കുന്നവരാണ് എന്ന് ആവർത്തിച്ചിട്ട് ഗൈബിനെ പറ്റിയും വേദഗ്രന്ഥത്തെ പറ്റിയും അള്ളാഹുവിനെ പറ്റിയും ഒക്കെ പറഞ്ഞെടുത്ത് ആഖിറ ഉറപ്പാണ്. അപ്പൊ ഈ ഉറപ്പുള്ള സംഗതിയിലേക്കുള്ള യാത്രയാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അതുകൊണ്ട് പരലോകത്തേക്ക് നമ്മൾ എത്ര നീക്കി വച്ചാലും അത് കുറഞ്ഞുപോകില്ല, അത് വെറുതെ ആവൂല. അതുകൊണ്ട് റമളാനിലെങ്കിലും നമ്മളൊന്ന് ഒരുങ്ങണം. മൻസ്വാമ റമളാന ഈമാനൻ വഹ്തിസാബ. ഒന്ന് ഈമാൻ ഉണ്ടാകണം, മറ്റൊന്ന് ഇഹ്തിസാബ് ഉണ്ടാകണം. നല്ല ഈമാനോടുകൂടി അല്ലാഹുവേ നിന്നിൽ നിന്നുള്ള പ്രതീക്ഷ മാത്രമാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്ന നെയ്യത്തോടുകൂടി നമുക്ക് നോമ്പിനെ വരവേൽക്കാൻ പറ്റണം. എന്നാൽ ഞാൻ പറഞ്ഞ പോലെ നാവിനെ നിയന്ത്രിക്കാൻ പറ്റും, ബന്ധങ്ങളെ നന്നാക്കാൻ പറ്റും. ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഫസ്റ്റ് തന്നെ എൻ്റെ ഉമ്മയൊക്കെ പറയും ചാർച്ചനെ ചേർക്കുക എന്ന് പറഞ്ഞാൽ നോമ്പിന് എന്താ ബന്ധങ്ങൾ നന്നാവും. ഇപ്പോഴത്തെ വിഷയം എന്താ പറയുക? ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരാളിങ്ങനെ പറഞ്ഞു, അയാള് 16 വർഷമായി സഹോദരിയോട് മിണ്ടിയിട്ട്, ആര് സ്വന്തം സഹോദരിയാണ്. ഞാൻ ആലോചിക്കുന്നത് ആള് ഇടക്കിടക്ക് ഉംറക്ക് പോകുന്നുണ്ട്, എല്ലാ ദാനധർമ്മങ്ങളും നടത്തുന്നുണ്ട്, വലിയ വലിയ പുണ്യകർമ്മങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. എന്തിന്? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു സംഗതിയുണ്ട്, നിങ്ങൾ തമ്മിലുള്ള പിണക്കങ്ങൾ മാറ്റുന്നില്ലെങ്കിൽ അമലുകളൊന്നും പടച്ചോനങ്ങ് സ്വീകരിക്കൂല എന്നാണ്. ചില ആളുകളുടെ വസിയത്തൊക്കെ കേട്ടാൽ നമ്മളിങ്ങനെ അന്തം വിടും, മരിച്ചാൽ എൻ്റെ മയ്യത്ത് പോലും കാണിക്കണ്ട എന്നാണ്. നോക്കൂ നിങ്ങള്, എല്ലാ ആരാധനാ കർമ്മങ്ങളും നമുക്ക് ഓഫർ ചെയ്യുന്ന സംഗതി എന്താ? മഗ്ഫിറത്താണ്. അല്ലാഹു പുറത്തുതരും. റമളാനിന്റെ അവസാനത്തെ 10 ഞാൻ എന്ത് പറയണം നബിയെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കുന്നുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹയോട് പറയുന്നു, ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അല്ലാഹുവേ മാപ്പ് തരണേ എന്നിങ്ങനെ നിരന്തരം ചോദിക്കാം. അള്ളാഹിനോട് ചോദിക്കുന്ന ഈ മാപ്പ് പ്രിയപ്പെട്ടവരെ നമുക്ക് കിട്ടണ്ടേ? അത് കിട്ടണമെങ്കിൽ നമ്മളെ പരസ്പരമുള്ള ബന്ധം നന്നാക്കത്തിടത്തോളം പടച്ചോനിൽ പ്രതീക്ഷിക്കേണ്ടെന്നുള്ള പറയുന്നുണ്ട്. നമ്മളൊരാൾക്ക് പുറത്തു കൊടുക്കാനോ വിട്ടുവീഴ്ച ചെയ്യാനോ പണക്കം മാറ്റാനോ നമ്മൾ തയ്യാറല്ലെങ്കിൽ പിന്നെ അള്ളാഹുവിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതിന്റെ പ്രത്യേകത എന്താ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് സുഹൈൽ ഇബ്നു അംർ റളിയല്ലാഹു അൻഹു വന്നിട്ട്
തൻ്റെ വാക്ക് വർത്തമാനങ്ങൾ കൊണ്ട് സ്വാധീനിക്കുന്ന ചില രംഗങ്ങളുണ്ട്. രണ്ട് കാര്യമാണ് ഇതിനോട് ഞാൻ ചേർത്തി വെക്കുന്നത്. ഒന്ന്, സുഹൈലിന്റെ നാവ്. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, നമ്മുടെ നാവ് വളരെ പ്രധാനമാണ്. നാവ് കൊണ്ട് മുറിവേൽപ്പിക്കുന്നവർ, നാവ് കൊണ്ട് ആളുകളെ തളർത്തിക്കളയുന്നവർ, നാവ് കൊണ്ട് ആളുകളെ കയ്യിലെടുക്കുന്നവർ, നാവ് കൊണ്ട് ആളുകളെ പരിഹസിക്കുന്നവർ, കളിയാക്കുന്നവർ, അയാളെ മുന്നിലേക്ക് പോകാൻ തന്നെ പേടിയാ. അയാൾ എന്തെല്ലാം പറഞ്ഞ് നമ്മളെ കുറവാക്കുന്നൊക്കെ പറയും അല്ലേ. സുഹൈൽ വളരെ വാക്സാമർത്ഥ്യമുള്ള ആളായിരുന്നു എന്നാണ്. ബദറിൽ അദ്ദേഹം ഇസ്ലാമിനെതിരെ പൊരുതി, അദ്ദേഹത്തെ ബന്ധനസ്ഥാക്കി പിടിക്കാൻ. ബന്ധനസ്ഥരിൽ ഈ സുഹൈലിനെ കണ്ടപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, നബിയെ, എത്രയോ വർത്തമാനങ്ങൾ നിങ്ങൾക്കെതിരെ പറഞ്ഞ നാവും പല്ലുമാണ് കാണുന്നത്, അടിച്ചു പൊട്ടിക്കട്ടെ മുൻപല്ലുകൾ എന്ന് ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വേണ്ട ഉമറെ, അത് ഉപകാരപ്പെടും ദീനിന് എന്ന്. കാലം പിന്നെയും കഴിഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉംറയ്ക്ക് വേണ്ടി പുറപ്പെടുകയാണ്. ഹുദൈബിയ സന്ധിയിൽ ഖുറൈശികൾ സന്ധി സംഭാഷണത്തിന് വേണ്ടി നിയോഗിക്കുന്നത് സുഹൈലിനെ ആയിരുന്നു. കാരണം അവർക്കറിയാം, വാക്കുകൾ കൊണ്ട് കീഴടക്കാൻ സുഹൈലിനോളം പോന്ന മറ്റൊരാളുമില്ലെന്ന്. സുഹൈൽ ഇബ്നു അംർ വന്നു, ചർച്ചയ്ക്കിരുന്നു, വാദങ്ങളും തർക്കങ്ങളും കോലാഹലങ്ങളും നടന്നു. ഒരു പൊടിക്കും സുഹൈൽ വിട്ടുകൊടുത്തില്ല. എല്ലാ അർത്ഥത്തിലും മുസ്ലിങ്ങൾക്ക് പരാജയമൊന്നു തോന്നാവുന്ന ഒരു തീരുമാനത്തിലേക്ക് എത്തിക്കാൻ അയാളെ കൊണ്ട് കഴിഞ്ഞു എന്നാണ്. പറഞ്ഞു വീഴ്ത്തിക്കളഞ്ഞു പ്രവാചകൻ. സമ്മതിക്കേണ്ടി വന്നു. അവസാനം അതെല്ലാം പിന്നീട് ഇസ്ലാമിന് അനുഗുണമായി വന്നിട്ടുണ്ട്. പിന്നെയും കാലം കഴിഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കെതിരെ പല രൂപത്തിലും ആളുകൾ പരിശ്രമിച്ചെങ്കിലും അവർ ലംഘിച്ച കരാറ് കൊണ്ട് പിന്നീട് ഇസ്ലാം വളരുകയാണ്. മക്കയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പുറപ്പെടുകയാണ്. ഒറ്റയായി പുറപ്പെട്ട ആ യാത്ര 100ഉം 1000ഉം 5000ഉം കടന്ന് 8000-ഓളം ആളുകളുണ്ട് എന്നാണ് ചരിത്രം പറയുന്നത്. മക്കയിലേക്ക് എത്തുമ്പോഴേക്ക് അറിഞ്ഞവർ കൂടി മക്കയിലേക്ക് കടന്നു വരുന്ന ആ വൻ ജനാവലിയെ കണ്ട് മക്കാനിവാസികൾ ഒന്നടങ്കം ഭയവിഹ്വലരായി. ആളുകൾ സ്വന്തം കുടിലുകളിലേക്ക് കൂടി ഒളിച്ചു. പലരും ഒളിത്താവങ്ങളെ കണ്ടെത്തി. എന്ത് സംഭവിക്കുന്നുവെന്നറിയാത്ത വല്ലാത്തൊരു നിമിഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവർക്കിടയിലേക്ക് കടന്നു ചെന്ന് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്താണ് വിചാരിക്കുന്നത്? ഞാൻ നിങ്ങൾക്ക് എതിരെ എന്ത് ചെയ്യുമെന്നാണ് വിചാരിക്കുന്നത് എന്ന്. മാ തറൗന അന്നി സ്വാനിഉം ബിക്കും, ഞാൻ എന്ത് ചെയ്യുമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. അവിടെ കടന്നു വന്ന് തന്റെ വാക്കുകൾ കൊണ്ട് പ്രവാചകനെ വീഴ്ത്താൻ സുഹൈലായിരുന്നു ശ്രമിച്ചത് എന്നാണ്. നബിയെ, ഖൈർ, നിങ്ങൾ നല്ലതല്ലാതെ ഒന്നും ചെയ്യൂലല്ലോ നബിയെ. അങ്ങ് അഖുൻ കരീം, മാന്യനായ ഒരു സഹോദരനാണ്. വബ്നു അഖിൻ കരീം, മാന്യനായ സഹോദരന്റെ മകനുമാണ്. ഞങ്ങൾ നല്ലതേ പ്രതീക്ഷിക്കുന്നുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്തുമുത്തുലഖാ എന്ന് പറഞ്ഞതാണ്. സുഹൈൽ പിന്നീട് ഇസ്ലാം സ്വീകരിക്കുന്നു. സുഹൈൽ റളിയല്ലാഹു അൻഹു, സുഹൈൽ ഇബ്നു അംർ റളിയല്ലാഹു അൻഹു ദീനിനു വേണ്ടി നടത്തിയ സേവനം അനുചിതമാണ് എന്ന് പറഞ്ഞാൽ അതുവരെ എന്തൊക്കെ ഉപദ്രവങ്ങൾ ചെയ്തിട്ടുണ്ടോ അതിനേക്കാൾ അപ്പുറത്തേക്ക് തൻ്റെ നാവുകൊണ്ട്, തൻ്റെ ദീനീ സേവനം കൊണ്ട് സ്വാർത്ഥമായി പ്രവർത്തിച്ചു തുടങ്ങിയതാണ്. സുന്നത്തുകളോട് താല്പര്യമുള്ള വ്യക്തിയായി മാറി. നോക്കൂ, എത്രമേൽ എതിർപ്പ് കാണിച്ചോ അതിനേക്കാൾ 10 മടങ്ങ് ഈമാൻ വർദ്ധിക്കുകയായിരുന്നു അദ്ദേഹത്തിന് എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്ത് അറിഞ്ഞ് ഗദ്ഗദം പൂണ്ട സ്വഹാബികൾക്കിടയിലേക്ക് വേദനയൂറുന്ന വാക്കുകൾ കൊണ്ട് പരസ്പരം ആശ്വസിപ്പിക്കുന്ന ഒരു ജനതയിലേക്ക് മദീനയിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആശ്വാസത്തിന്റെ വചനങ്ങൾ പകരുമ്പോൾ മക്കയിലുള്ള ആളുകൾ ആശ്വസിപ്പിച്ചിരുന്നത് സുഹൈൽ ഇബ്നു അംർ റളിയല്ലാഹു അൻഹു ആണ് എന്ന് ചരിത്രം പറയുന്നുണ്ട്. അദ്ദേഹം തൻ്റെ നാവിനെ ദീനിനു വേണ്ടി ഉപയോഗപ്പെടുത്തുകയാണ്. തൻ്റെ നാവിനെ നല്ലത് പറയാൻ ഉപയോഗപ്പെടുത്തുകയാണ്. തൻ്റെ നാവ് ദീനിനു വേണ്ടി അനുഗുണമായി നിലനിർത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, മാത്രമല്ല ക്ഷമിക്കാനും പൊറുക്കാനും നമ്മളെ പഠിപ്പിച്ചതാരാ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. വിട്ടുകൊടുക്കാനും വിട്ടുവീഴ്ച ചെയ്യാനും നമ്മളെ പഠിപ്പിച്ചത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. നമ്മൾ അതിനേക്കാൾ വലിയ ഭക്തിയും കഠിന ഹൃദയരും ഒക്കെ ആയിത്തീർന്നാൽ പിന്നെ എന്ത് സുന്നത്താണ് നമ്മൾ പിൻപറ്റുന്നതെന്ന് നമ്മൾ സ്വയം ചോദിക്കേണ്ടതുണ്ട്. ചിലതൊക്കെ പൊറുക്കേണ്ടി വരും, മറക്കേണ്ടി വരും. ഞാൻ മറക്കൂല, പൊരുത്തപ്പെട്ടു കൊടുക്കൂല എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. പിന്നെ എന്ത് അമലുമായിട്ടാണ് നമ്മൾ അള്ളാനെ കണ്ടുമുട്ടുക? ഒരു ഹദീസിൽ നമുക്ക് കാണാം, സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന ആളുകൾക്കിടയിൽ വനസഅനാ മിൻ സുദൂരിഹിം മിൻ ഗില്ല
എന്നൊരു പദപ്രയോഗം ഉണ്ടല്ലോ ഖുർആൻ. ഗില്ലുള്ള ആൾക്കാർ സ്വർഗത്തിൽ കയറൂല എന്നാണ്. ഏത്? ഓനോടുള്ള പക, ഇവനോടുള്ള വിദ്വേഷം, മറ്റവനോടുള്ള പണക്കം, അവനോടുള്ള പ്രതികാരം, ഇതൊക്കെ മനസ്സിൽ കൊണ്ടുവന്നിട്ട് കൽബുൻ സലീമല്ലെങ്കിൽ നമ്മൾ സ്വർഗം പ്രതീക്ഷിക്കേണ്ട എന്നാണ്. അതുകൊണ്ട് റമദാൻ വരുമ്പോഴെങ്കിലും അഫുവിന്റെ, വിട്ടുവീഴ്ചയുടെ, ക്ഷമയുടെ, പൊരുത്തപ്പെട്ടു കൊടുക്കലുകളുടെ ഒരു മാതൃകയായി നമ്മൾ മാറേണ്ടതുണ്ട്. ഞാനൊന്നും പൊരുത്തപ്പെട്ടു കൊടുക്കൂല എന്ന് പറയുന്നവന് അള്ളാഹുവിൽ നിന്ന് എന്ത് മാപ്പാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്? അതുകൊണ്ട് നമ്മൾ പൊരുത്തപ്പെട്ടു കൊടുക്കാൻ തയ്യാറാകേണ്ടതുണ്ട്. മഗ്ഫിറത്ത് ഓഫർ ചെയ്യുന്ന എല്ലാ സൽക്കർമ്മങ്ങളും പ്രിയപ്പെട്ടവരെ നമ്മൾ ചെയ്യുന്നൊരു മാസമാണല്ലോ റമദാൻ. എല്ലാം ഞാനതാ പറഞ്ഞത്, മൻ ഖാമ റമദാന മൻ സ്വാമ റമദാന, രണ്ടിന്റെയും അവസാനം ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി എന്നാണ്. നിങ്ങൾക്ക് പുറത്തു തരാം. എന്താ കാരണം എന്നറിയോ? ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് നൽകപ്പെട്ട ആത്മാവിനെ വിമലീകരിക്കപ്പെട്ട അവസ്ഥയിൽ തിരിച്ചു കൊടുക്കണമെങ്കിൽ അതിൽ വന്ന കറുത്ത പുള്ളികൾ മായ്ക്കപ്പെട്ടുകൊണ്ടേയിരിക്കണം. അതിന് ഏറ്റവും പറ്റിയൊരു സമയമാണ് റമദാൻ. റമദ് എന്ന വാക്കിനെ പറ്റി ചർച്ച ചെയ്യാറുണ്ടല്ലോ. ചുട്ടുപഴുത്ത മരുഭൂമിയിലേക്ക്, മണ്ണിലേക്ക് ആദ്യം പെയ്യുന്ന പുതുമഴയെ റമദ് എന്ന് പറയാറുണ്ടായിരുന്നു അറബികൾ എന്നാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്തു പോയ പാപങ്ങളിലേക്ക്, ആ പാപങ്ങളിലേക്ക് വന്നു പതിക്കുന്ന പുതുമഴയായി റമദാൻ മാറേണ്ടതുണ്ട് എന്നാണ്. എല്ലാ പാപങ്ങളും പൊറുക്കപ്പെട്ടിട്ടായിരിക്കണം റമദാൻ നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോകേണ്ടത്. അങ്ങനെയല്ലെങ്കിലോ, നമുക്കറിയാലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിൽ നിന്ന് പ്രാർത്ഥിച്ച പ്രാർത്ഥനകളിൽ ഒന്നെന്താ? ഒരു റമദാൻ വന്നു, എന്നിട്ടും ആ റമദാനിൽ പാപമോചനം ലഭിക്കാത്ത ഒരാൾ, അയാൾക്ക് അള്ളാന്റെ ശാപം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞാൽ എന്താ? അതിനയാൾ ശ്രമിച്ചിട്ടില്ല, അതിനയാൾ പ്രതീക്ഷിച്ചിട്ടില്ല, അതിനയാൾ പ്രാർത്ഥിച്ചിട്ടില്ല, അതിനയാൾ പ്രവർത്തിച്ചിട്ടില്ല, അതിനയാൾ ശ്രമിച്ചിട്ടില്ല എന്നല്ലേ? അയാൾ റമദാനിനെ അവഗണിച്ചു എന്നല്ലേ? അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ റമദാൻ വരുമ്പോ അള്ളാഹുവെ റമദാനിൽ എത്തിക്കണേ നമ്മൾ ആഗ്രഹിക്കുന്നത് എന്താണെന്നറിയോ? എന്തായാലും നമ്മൾ അള്ളാനെ കണ്ടുമുട്ടും, ഈ പ്രപഞ്ചത്തിന്റെ നാഥനെ കണ്ടുമുട്ടും. റബ്ബിനെ കണ്ടുമുട്ടാതെ നമുക്ക് രക്ഷയില്ല. അള്ളാഹുവിലേക്ക് മടക്കപ്പെടാതെ നമ്മൾ എവിടെയും പോകാൻ കഴിയില്ല. എങ്കിൽ കണ്ടുമുട്ടുമ്പോൾ ഒരു സന്തോഷം ഉണ്ടല്ലോ. നോമ്പുകാരന് രണ്ട് സന്തോഷം പറഞ്ഞ കാര്യത്തിൽ ഒന്ന് അതാണ്. നോമ്പ് തുറക്കുമ്പോൾ ഒരു സന്തോഷമുണ്ട്, അത് ആത്മീയമായ അനുഭൂതിയാണ്. റബ്ബിനെ കണ്ടുമുട്ടുമ്പോൾ ഒരു സന്തോഷമുണ്ട്, അതെന്താണെന്നറിയോ? അല്ലാഹുവേ, നീ പറഞ്ഞ വിധിവിലക്കുകൾ പാലിക്കാൻ എന്നെ കൊണ്ട് സാധിച്ചിട്ടുണ്ട് എന്ന് ആത്മഹത്യം ചെയ്തുകൊണ്ട് തിരിച്ചു പോകാൻ സാധിക്കുമ്പോഴാണ് റാളിയത്തും മർദിയത്തും മുത്തുമൈനത്തുമായിട്ടൊരു തിരിച്ചുപോക്കുണ്ടല്ലോ. നമ്മൾ സംശുദ്ധീകരിക്കപ്പെട്ട ആത്മാവിനെ തിരിച്ചു കൊടുക്കുമ്പോൾ റബ്ബെ എന്തെങ്കിലുമൊക്കെ പറ്റിപ്പോയിട്ടുണ്ട്, പക്ഷെ കഴുകിക്കളയാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്, അത് ഞാൻ ഭാഗവാക്കാക്കിയിട്ടുണ്ട് എന്നൊരാത്മകത്തോടു കൂടി തിരിച്ചു പോകാൻ കഴിയണമെന്നാണ്. ആ ഒരു തിരിച്ചുപോക്ക് പ്രിയപ്പെട്ടവരെ റമദാനിൽ നമ്മുടെ പ്രവൃത്തി കൊണ്ട് സാധ്യമാകണം. പരിശുദ്ധ റമദാൻ ഖുർആൻ ഇറങ്ങിയ മാസം എന്ന് പറഞ്ഞല്ലോ. ഇൻഷാ അല്ലാഹ് ഒരു 6-7 മിനിറ്റ് കൊണ്ട് ഞാൻ നിർത്തും. ഖുർആൻ ഇറങ്ങിയ മാസം എന്ന് പറഞ്ഞല്ലോ. ഖുർആനോട് നമ്മുടെ ആത്മബന്ധം നേരത്തെ സക്കരിയ സാഹിബ് സൂചിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ എത്രയാണ് എന്ന് നമ്മൾ സ്വയം പരിശോധിച്ചുകൊണ്ടേയിരിക്കണം. വിശുദ്ധ ഖുർആൻ സ്വഹാബികളെ കരയിപ്പിച്ച ആയത്തുകൾ ഉണ്ടായിരുന്നു, സ്വഹാബികളെ വല്ലാതെ പ്രയാസപ്പെടുത്തിയ ആയത്തുകൾ ഉണ്ടായിരുന്നു, സന്തോഷിപ്പിച്ച ആയത്തുകൾ ഉണ്ടായിരുന്നു, കണ്ണുനീരണിയിച്ച ആയത്തുകൾ ഉണ്ടായിരുന്നു. അവരെ ഖുർആൻ തന്നെ പറഞ്ഞതുപോലെ തഖ്ശഇറു മിൻഹു ജുലൂദുല്ലദീന യഖ്ശൗന റബ്ബഹും, അവർക്ക് രോമാഞ്ചമണിയിച്ച ആയത്തുകൾ ഉണ്ടായിരുന്നു. നമ്മളിങ്ങനെ പരിശോധിക്കുമ്പോൾ ഏതായത്തോതിയപ്പാ നമ്മൾ കരഞ്ഞത്, ഏതായത്തോതിയപ്പോഴാണ് നമ്മുടെ രോമം എഴുന്നേറ്റ് നിന്നത്, ഏതായത്ത് കേട്ടപ്പോഴാണ് നമുക്കൊരു സന്തോഷം ഉണ്ടായത്, ഏതായത്ത് കേട്ടപ്പോഴാണ് നമ്മുടെ മനസ്സൊന്ന് വിറങ്ങലിച്ചത് എന്നൊന്ന് പരിശോധിച്ച് നോക്കേണ്ടതുണ്ട്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു എന്ന് പരാതി പറഞ്ഞ ആയത്തുണ്ടല്ലോ, സൂറത്തു അൽ ബഖറയുടെ അവസാനത്തെ ചില ആയത്ത്, നിങ്ങൾ ഇൻ തുഖ്ഫു മാ ഫി അൻഫുസികും ഔ തുബ്ദൂഹു യുഹാസിബുകും ബിഹില്ലാ എന്ന ആയത്ത്, അത് ഒരു പരാതിയായി പറഞ്ഞതിന് ശേഷം ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹാ എന്ന് തുടങ്ങുന്ന ആശ്വാസത്തിന്റെ വാക്ക് വരുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ സന്തോഷിച്ചു എന്ന് ചരിത്രം പറയുന്നുണ്ട്. ഖുർആന്റെ ചില ആയത്തുകൾ ഇതിനെ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സ് ബേജാറാകുന്നുണ്ടെങ്കിൽ, ചില ആയത്തുകൾ ഇപ്പൊ അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു, അദ്ദേഹം തന്റെ അവസാന സമയത്ത് തന്റെ പത്നിയുടെ മടിയിൽ ഇങ്ങനെ തലചായ്ച്ചു വെച്ച് കിടക്കുമ്പോ കണ്ണിൽ നിന്ന് ഇങ്ങനെ കണ്ണുനീര് വരികയാണെന്നാണ്. പത്നി ചോദിക്കുന്നുണ്ട്, എന്താണ് അങ്ങ് കരയുന്നത്? ഖുർആനിലെ ചില ആയത്തുകൾ ഓർത്ത് കരയുകയാണ്. എല്ലാ മനുഷ്യരും
നരകത്തിന്റെ സമീപത്തെത്തുമല്ലോ, ഞാനും എത്തും. പക്ഷെ അവിടെ നിന്ന് രക്ഷപ്പെടുന്നു ഖുർആൻ പറയുന്നില്ലല്ലോ. ഞാൻ രക്ഷപ്പെടൂല്ലെന്ന് എനിക്ക് അറിയൂല്ലല്ലോ. അങ്ങനെ ഖുർആന്റെ ചില ആയത്തുകൾ നമ്മുടെ കണ്ണുനീരണിയിപ്പിക്കേണ്ടതുണ്ട്, നമ്മുടെ മനസ്സ് നിർമ്മലമാക്കേണ്ടതുണ്ട്, നമ്മളെ മനസ്സ് തണുപ്പിക്കേണ്ടതുണ്ട്, നമ്മളെ മുത്തുമൈന്നത്തിലേക്ക്, അള്ളാഹുവിങ്കിലേക്ക്, റൂഹിയായ ആത്മീയമായ ഔന്നിത്യത്തിലേക്ക് നമ്മളെ എത്തിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് കൂടുതൽ ബന്ധം റമളാനിൽ ഖുർആനുമായിട്ടുണ്ടാകണമെന്നതാണ്. നമ്മൾ അതിനുവേണ്ടി പ്ലാൻ ചെയ്യണമെന്നതാണ്. ഒന്നുകൂടി ബന്ധം ഉറപ്പിക്കാൻ സമയം കണ്ടെത്തണമെന്നതാണ്. റമളാൻ കടന്നു വരുമ്പോ നമ്മളിൽ ഉണ്ടാകേണ്ടുന്ന പ്ലാനുകളിൽ, പദ്ധതികളിൽ ഒന്നുണ്ടായി തീരേണ്ടത്. ഒരു കവിത കൂടി ആലപിച്ച് ഞാൻ അവസാനിപ്പിക്കാം. പ്രിയപ്പെട്ടവരെ, റമളാൻ വരുമ്പോ റമളാനിനോട് സത്യവിശ്വാസി പറയുന്ന ഒരു കവിതയായി പരിചയപ്പെടുത്തിയ ഒരു സംഗതിയാണിത്. അയാ ഷഹ്റസ്സിയാമി ഖദ് ഹലത്നി തമഹി ബിർറഹീലി വന്തിഖാലി ഫമാ അദ്രി ഇദാ മൽ ഹൗലു വല്ലാ അതൽഖാനി മഅൽ അഹ്യാഇ ഹയ്യാ. അതായത് റമളാൻ കടന്നു വരുമ്പോ റമളാനിനോട് വിശ്വാസി പറയുന്ന ഒരു വാക്കാണ്, ഇതാ നീ ഒന്ന് പതുക്കെ പോകണം, എനിക്ക് നിന്നെ ഒന്ന് ഉപയോഗപ്പെടുത്തണം. കാരണം അടുത്ത വർഷം നീ കടന്നു വരുമ്പോ ഈ ഭൂമി ലോകത്ത് ഞാൻ ജീവിച്ചിരിക്കുന്നവരിൽ ഉൾപ്പെടുമോ? ഔ അന്നക തൽഖാനി ഫിൽ ഖുബൂരി, അതല്ല എന്നെ നീ അന്ന് ഖബറിലായിരിക്കുമോ കണ്ടെത്തുക. നീ വരുമ്പോ ഞാൻ ഈ ലോകത്ത് ഉണ്ടാവോ ഇല്ലയോ എന്ന് അറിയില്ലല്ലോ. അങ്ങനെയാണ് എത്രയെത്ര ആളുകൾ ഇതേ ഹാളിൽ പേരയുടെ ഈ സെന്ററിൽ എത്രയെത്ര ആളുകൾ എത്ര റമളാനുകളിൽ ഒത്തുകൂടിയിരുന്നു, അതിനു മുമ്പ് ഒത്തുകൂടിയിരുന്നു. അവരിപ്പോൾ ഖബറിലാണ്, അവരിപ്പോൾ നമ്മുടെ കൂടല്ല. ഈ റമളാൻ കടന്നുപോയി, അടുത്ത റമളാൻ വരുമ്പോ അപ്പോൾ അവർ നമ്മുടെ കൂടെ ഉണ്ടാവും എന്നറിയില്ല, നമ്മുടെ ലോകത്തുണ്ടാവും എന്നറിയില്ല. നമ്മൾ ഓരോരുത്തരും അങ്ങനെ ചിന്തിക്കുന്നവരാണ്. ഏത് സമയത്തും എപ്പോഴും തിരിച്ചു പോകാന്നാണ്. ഈ വിചാരം നമ്മളെ നന്നാക്കിയെടുക്കുന്നത് എങ്ങനെയാണ്? അതിനുവേണ്ടി തയ്യാറാകുമ്പോഴാണ്. റമളാനും അങ്ങനെ തന്നെയാണ്, ഓരോ നിസ്കാരവും അങ്ങനെയാണ് അല്ലെ. ഓരോ നിസ്കാരത്തിലും ഭക്തി ഉണ്ടാക്കാനുള്ള മാർഗം എന്താ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, നീ നിന്റെ അവസാനത്തെ നമസ്കാരമായി അതിനെ കണക്കാക്കണം എന്നാണ്. എങ്ങനെ? നീ ആ നമസ്കരിക്കുന്ന സമയത്ത് നിന്റെ അവസാന നമസ്കാരമായി ആ നമസ്കാരത്തെ കണക്ക് കൂട്ടിക്കഴിഞ്ഞാൽ ആ നമസ്കാരം നിന്റെ ഉള്ളിൽ ഭക്തി നിറക്കുന്നതാണ്. അവസാനത്തെ നമസ്കാരമാകുമ്പോ നമ്മൾ എത്ര ആത്മാർത്ഥതയോടെ അള്ളാഹിനോട് പറയും, ആ സുജൂദ് എത്ര ഭക്തിയുള്ളതായിരിക്കും, ആ പറയുന്ന കാര്യമൊക്കെ എത്ര ആത്മാർത്ഥത ഉണ്ടാവും. കഴിഞ്ഞ ആഴ്ചയിലെ ജുമാ ഖുതുബയിൽ സൂചിപ്പിച്ചതുപോലെ അത്രയേറെ ആത്മപ്രധാനമായ ഒരു സംഭാഷണമായി അള്ളാഹുവിനോടത് മാറിത്തീരും അല്ലെ. അതെല്ലാ ആരാധനാ കർമ്മങ്ങളിലെയും ഉള്ളിൽ ഭക്തി നിറക്കാനുള്ള ഒരു ഐഡിയ ആണ്. ഐഡിയ എന്ന് പറഞ്ഞാൽ അതാണ് യഥാർത്ഥത്തിൽ മരുന്ന്. നിസ്കാരമൊക്കെ അശ്രദ്ധമായി പോകുന്ന, എല്ലാം ബാഹ്യമായ കർമ്മങ്ങളായി പോകുന്ന, എല്ലാം ചടങ്ങുകളായി തീരുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. എല്ലാ അർത്ഥത്തിലും അകക്കാമ്പുകൾ നഷ്ടപ്പെട്ട അതര വ്യായാമങ്ങളും പുറംമൂടികളും മുഖം മൂടികളും മാത്രം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് നമ്മുടെ ഉള്ളിലേക്ക് നമുക്ക് തിരിച്ചു നടക്കാനുള്ള ഒരു വെളിച്ചമാണ് ഖുർആനും റമളാനും ഇബാദത്തുകളും ഒക്കെ എന്ന് തിരിച്ചറിയുമ്പോൾ നാം നമ്മിലേക്ക് തന്നെ ഒന്ന് ആത്മവിചാരമാണ് ഇതുവരെ നമ്മൾ ഇവിടെ സംസാരിച്ചത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആരും പരിപൂർണരല്ല. നമ്മുടെ എല്ലാ കർമ്മങ്ങളും അള്ളാഹു സ്വീകരിക്കണം, നമ്മുടെ എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്തരണം. അതിന്റെ വഴികളൊക്കെ കൃത്യമാണ്. ആ വഴികളിലൂടെ ഇപ്പോ രാത്രി നമസ്കാരങ്ങൾ എന്ന് പറയുന്നത് നമുക്കറിയാം, സംഘടിതമായി നമസ്കരിക്കുന്ന ചില ആളുകളുണ്ട്, ചിലപ്പോൾ തീരെ പള്ളി പോകാതെ സ്വന്തമായി നിസ്കരിക്കുന്ന ആളുകളുണ്ട്. നോമ്പിൽ പലപ്പോഴും പല ആളുകളും പല രീതിയിലാണ്. എന്തൊക്കെയായിരുന്നാലും ഓരോരുത്തരുടെയും ഇഖ്ലാസാണ് പ്രധാനം. അവിടെയാണ് അതിന്റെ പ്രധാനം. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് തീർച്ചയായിട്ടും വളരെ പ്രധാനമാണ്. പക്ഷെ ഇഖ്ലാസ് ഇല്ലാതെ എത്ര സുന്നത്ത് എടുത്തിട്ടും കാര്യമില്ല. അപ്പൊ ഇഖ്ലാസോടുകൂടി ശരീഅത്തിന്റെ 2-3 കാര്യങ്ങൾ വിശുദ്ധ ഖുർആന്റെ അർത്ഥത്തിൽ സ്വീകരിക്കപ്പെടാൻ, അമലുകൾ സ്വീകരിക്കപ്പെടാൻ പറയുന്നത് ഒന്ന് നിയ്യത്താണ്. ആ നിയ്യത്ത് ശരിയാക്കിയെടുക്കുക. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകയാണ്. ആ മാതൃകയല്ലാത്തതൊക്കെ ഒഴിവാക്കേണ്ടതുമുണ്ട്. അങ്ങനെ ഏറ്റവും നല്ല രൂപത്തിൽ ഇബാദത്തുകൾ എടുത്തും പുണ്യം ചെയ്തും അള്ളാഹുവിലേക്ക് തിരിച്ചു പോകുമ്പോൾ സംശുദ്ധമായ ആത്മാവായി തിരിച്ചു പോകുവാൻ അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാകട്ടെ.
ഞാൻ അവസാനിപ്പിക്കുകയാണ്. നാളെ തിങ്കളാഴ്ചയാണ്, ഒരുപക്ഷെ പലർക്കും ജോലി ഉണ്ടാകും. ഏതായിരുന്നാലും പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ റമദാൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല ആ റമദാനിൽ ഏറ്റവും നല്ല കർമ്മങ്ങൾ ചെയ്യുവാനും എല്ലാ കർമ്മങ്ങളും സ്വീകരിക്കുന്ന രൂപത്തിലാക്കി തീർക്കുവാനും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വിശ്വാസിയെ തിരിച്ചു വിളിക്കുമ്പോൾ മുത്തുമയിന്നത്തായി, റാദിയത്തായി, മർദിയത്തായി അള്ളാഹുവിലേക്ക് തിരിച്ചു പോകുന്ന നല്ല വിശ്വാസികളെ അള്ളാഹു നമ്മെ ഇവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബേ, അറിഞ്ഞും അറിയാതെയും ജീവിതത്തിൽ സംഭവിച്ചു പോയിട്ടുള്ള എല്ലാ തെറ്റുകുറ്റങ്ങളും വിട്ടുപുറത്ത് മാപ്പാക്കി നൽകണമേ റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങളിലുള്ള രോഗികൾക്ക് നീ ശിഫ നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞു പോയ ഞങ്ങളുടെ ഗുരുനാഥന്മാർ, ഞങ്ങളുടെ നേതാക്കന്മാർ, ഞങ്ങളുടെ ബന്ധുമിത്രാദികൾ, ഞങ്ങളുടെ മാതാപിതാക്കൾ, ഞങ്ങളുടെ കുടുംബക്കാർ, അല്ലാഹുവേ, അവർക്കൊക്കെ നീ മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കണമേ നാഥ. അല്ലാഹുവേ, ദീനിനു വേണ്ടി ആത്മാർത്ഥമായി രാപ്പകൽ ഭേദമെന്നെ ഓടി നടക്കുന്ന ഒരുപാട് ആളുകൾ ഞങ്ങൾക്കിടയിലുണ്ട്. അനുഗ്രഹീതമായ പ്രതിഫലം അവർക്ക് നീ നൽകി അനുഗ്രഹിക്കണമേ നാഥ. അല്ലാഹുവേ, ഞങ്ങളുടെ കുടുംബ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും സംതൃപ്തിയും നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين وصلى الله على محمد وعلى آل محمد والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.